ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് അപ്രതീക്ഷിതമായിട്ട് പണം കയ്യിൽ വരുന്ന, ധനം വളരെയധികം വരുന്ന, അതുപോലെ ചിട്ടിയൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ചെയ്താൽ ചിട്ടി അടിച്ചവരുണ്ട്. അവര് ഞാൻ പറഞ്ഞ കാര്യം ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ശ്രമിച്ചു നോക്കുക. അങ്ങനെ അതുപോലെ ലോണൊക്കെ കിട്ടാത്ത തടസ്സം ഉണ്ടായാൽ അങ്ങനെ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു അപ്രതീക്ഷിതമായിട്ടൊരു ഭാഗ്യം, അത് പല വഴി വരാം. പറഞ്ഞു മനസ്സിലായല്ലേ? അങ്ങനെ ഒരു ഭാഗ്യം സാമ്പത്തികമായിട്ട് വരാൻ വേണ്ടിയുള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങളത് എല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്ന കാര്യമാണ്. കടങ്ങൾ മാറാനും നമുക്ക് സാമ്പത്തികമായ വർധനവുകൾ ഉണ്ടാകുവാനും നമ്മുടെ സാമ്പത്തിക നില മാറാനുമുള്ള ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഇന്നിത് പറഞ്ഞു തരാൻ കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യം പറഞ്ഞു കൊടുത്ത ഒരാൾക്ക് അവർക്ക് ചിട്ടി അടിക്കേണ്ട ഒരു അപ്രതീക്ഷിതമായിട്ട് ചിട്ടി അടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അവരത് എന്നോട് അനുഭവം പറഞ്ഞപ്പോൾ നിങ്ങൾ കൂടെ ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. എന്ന് കരുതി ഇത് ചെല്ലുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ ചെല്ലുന്ന ഒരു പ്രത്യേക രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് എഴുതി വെക്കുക. ഇത് ഒരു മന്ത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അത് എഴുതി വെക്കുന്ന എല്ലാവർക്കും അവരാഗ്രഹിക്കുമ്പോൾ ചിട്ടി അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്കിലും ചിലർക്കെങ്കിലും അത് ചിലപ്പോൾ ഒരു അത്യാവശ്യത്തിന് ഉപകാരപ്പെടും. ശ്രമിച്ചു നോക്കുക. പിന്നെ അപ്രതീക്ഷിതമായിട്ട് എന്തായാലും ധനം വരും. അത് നമുക്ക് പല രീതിയിൽ ഭാഗ്യം കൊണ്ട് ധനം വരും. നമ്മുടെ ജീവിതം മാറും. അത് അങ്ങനെയുള്ള ഒരു അത്ഭുതകരമായ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ലക്ഷ്മി നാരായണന്റെ ഒരു രഹസ്യ മന്ത്രം. അത് എഴുതി വെച്ചാൽ മതി വീടിന്റെ ഭിത്തിയിൽ. പിന്നെ കൃഷ്ണന്റെ കിടക്കുന്നതിന് മുമ്പ് രാവിലെ ചെയ്യേണ്ട ഒരു രഹസ്യവിദ്യ ചെയ്ത് നോക്കുക. അത് ജീവിതത്തിൽ നമുക്ക് ഭാഗ്യം തുണയ്ക്കും എന്ന് മാത്രമല്ല, നമുക്ക് ഒരു കാര്യങ്ങൾ ഇപ്പം ഒരു ചിട്ടി അടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു അത്യാവശ്യ കാര്യമായിട്ടായിരിക്കുമല്ലോ. അപ്പം ചിലപ്പോൾ അത് ഗുണം ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ വഴികളും അടയുമ്പോൾ അതായിരിക്കും ഗുണം ചെയ്യുന്നത് എന്ന് കരുതി എപ്പോഴും അങ്ങനെ പിന്നെ ഭാഗ്യം തുണയ്ക്കണമെന്നുമില്ല. ചിട്ടിയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ചിലപ്പോൾ അത് ഉപകാരപ്പെടും. അങ്ങനെ ഉപകാരപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികം ഏത് നിലയിലും വരാൻ വേണ്ടി അത് ഉപകരിക്കും. അപ്പം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്ത് നോക്കുക. നല്ല കാര്യമാണ്. വിശ്വാസത്തോടെ ചെയ്യുക. നിങ്ങൾക്ക് ഒരു ആപത്ത് ഘട്ടത്തിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ വിശ്വാസവും ഭക്തിയും പൂർണ്ണമാണെങ്കിൽ ഉപകാരപ്പെടാം. പിന്നെ അത് നമ്മൾ പാതി മനസ്സോടെ ചെയ്തതൊന്നും പ്രയോജനപ്പെടുത്തില്ല. അതുകൂടെ പറഞ്ഞേക്കാം. നമ്മുടെ വിശ്വാസവും പിന്നെ നമ്മുടെ ഭാഗ്യം മറ്റുള്ളവരുടെ ഭാഗ്യത്തെക്കാൾ കൂടുമ്പോഴാണ് നമുക്ക് ഇതുപോലെയുള്ള ഇപ്പോൾ ഒരു ചിട്ടി പോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് മുന്നേറ്റം ഉണ്ടാകുന്നത്. നമ്മളെക്കാളും ഭാഗ്യം കൂടിയവരുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അടിക്കും. എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുക. ചിലപ്പോൾ ഉപകാരപ്പെടും. അത് നിർബന്ധമായിട്ടും നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റുകയില്ല. എങ്കിലും ചിലർക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് സാമ്പത്തിക നില എന്തായാലും മാറും. അത്ഭുതകരമായ കാര്യമാണ്. അപ്പം ഇത് പ്രയോജനങ്ങൾ ഉണ്ടായ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇന്ന് ഞാൻ വളരെ വൈകിയാണ് വീഡിയോ ഇടുന്നത്. അപ്പം ഇത്രയും വൈകി ഈ വീഡിയോ ഇടുന്നതിനകത്ത് ഒരു കാര്യം കൊണ്ടുണ്ട്. അല്ല, ഇന്ന് ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ഒരുപാട് തിരക്കായിരുന്നു. ഒരു കാര്യമുണ്ട്, ഇന്ന് പറഞ്ഞു തരേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ്. അപ്പം അത് വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. അത് ഭാഗ്യമുള്ളവർ കാണട്ടെ, അത്രയേ ഉള്ളൂ. അല്ലെ നമ്മളിപ്പം ആളുകൾ കാണണോ ഇല്ല ആളുകൾ കാണണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഭാഗ്യമുള്ളവൻ, തലവരെയുള്ളവൻ കാണട്ടെ. അപ്പം ഞാനത് എന്താണെന്ന് പറഞ്ഞുതരാം. ഒരു പ്രത്യേക കാര്യമുള്ളതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഇടുന്നത്. അല്ലെ ഇന്ന് ഒരുപാട് വൈകിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത്രയും വൈകി നല്ല തിരക്കുണ്ടായിരുന്നു. ഇത്രയും ക്ഷീണമുള്ളപ്പോൾ ഞാൻ വീഡിയോ പിന്നെ നാളെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇന്ന് ഇടുന്നതിന് ഒരു കാരണമുണ്ട്. അത് അവസാനം പറഞ്ഞുതരാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ, കാണുന്നവൻ്റെ ജീവിതത്തിലെ ഈ ജീവിച്ചിരിക്കുന്നതിലെ ഏറ്റവും വലിയ അറിവായിരിക്കും. അത് എത്ര വർഷം ഭൂമിയിൽ ജീവിച്ചിരുന്നാലും ഞാൻ അവസാനം പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അറിവായിരിക്കും. അപ്പം അതുകൂടെ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം, ഇത് ഭിത്തിയിൽ എഴുതി വെക്കണം. ഈ ഒരു രഹസ്യ മന്ത്രം അത് അപ്രതീക്ഷിതമായിട്ട് പണം വരാൻ നല്ലതാണ്. ചിട്ടി അതുപോലെ ഭാഗ്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്കിപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ ഫലിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ അത് ഉപകാരപ്പെടാം. അങ്ങനെ ഉപകാരപ്പെട്ടവരുണ്ട്. അതുപോലെ ലോണിൻ്റെ തടസ്സം മാറാൻ. പിന്നെ ചിലപ്പോൾ നമുക്ക് ചില ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് ചിലപ്പോൾ വല്ലപ്പോഴും ലോട്ടറി ഒക്കെ എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഡെയിലി അല്ല, വല്ലപ്പോഴും. പിന്നെ നമുക്ക് ജോലി ചെയ്ത് തന്നെ ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാനും ഒക്കെ, അല്ലെങ്കിൽ നല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു തൊഴിൽ ചെയ്യാനും സ്വന്തമായിട്ട് ചെയ്യാനും ഒക്കെ ചിലപ്പോൾ അവസരം ഉണ്ടാകുകയും ചെയ്യുകയും പണം ഉണ്ടാക്കാനും ഒക്കെ അപ്രത്യക്ഷമായി അങ്ങനെ പണം കയ്യിൽ വരാനും അപ്രത്യക്ഷമായിട്ട് ജീവിതം മാറാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു രഹസ്യ മന്ത്രമാണ് ഇത് നിങ്ങളുടെ കിടക്കുന്ന മുറിയുടെ വടക്കേ ഭിത്തിയിലോ പടിഞ്ഞാറേ ഭിത്തിയിലോ ചെറിയൊരു പേപ്പറിൽ നീലമഷി കൊണ്ട് എഴുതി ഒട്ടിക്കുക. മനസ്സിലായില്ലേ?
ഡബിൾ സൈഡുള്ള ടേപ്പ് കൊണ്ട് ഒട്ടിക്കണം, വൃത്തികേടാകാതെ. നമുക്ക് വായിക്കാൻ ഒരു അല്പം വലിപ്പത്തിൽ വേണം, എന്നാൽ തീരെ ചെറുതുമാകരുത്. ആ മന്ത്രം ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ആദ്യം ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ വൈകിട്ട് കിടക്കുന്നതിന് തൊട്ട് മുമ്പേ ഈ ഒരു അത്ഭുത മന്ത്രം ജപിക്കണം. ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ ഇതിന്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ കുണ്ടലിനി ശക്തിയിൽ ഒരു ഉണർവുണ്ടാവും. മന്ത്രം ഞാൻ പറഞ്ഞുതരാം. ഓം ശ്രീം ഹ്രീം ക്ലീം ഞാൻ ആ മന്ത്രം ഒന്നുകൂടെ പറഞ്ഞുതരാം. ആ മന്ത്രമല്ല, അത് എഴുതി വെക്കുന്ന മന്ത്രം, അത് പിന്നെ പറയാം. അത് ഒരു 3-4 വരിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ആദ്യം പറഞ്ഞു തരുന്നത്, നമ്മൾ രാവിലെയും വൈകിട്ടും കിടക്കപ്പായി ഇരുന്നുകൊണ്ട് വടക്കോട്ടും പടിഞ്ഞാട്ടും 2 സൈഡിലോട്ടും ഇരുന്ന് ജപിക്കണം. ഈ മന്ത്രം പറഞ്ഞുതരാം. ഓം ഹ്രീം ശ്രീം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ. ഈ മന്ത്രം ആദ്യമായിട്ട് ഞാൻ പറയുന്നത്. ഹ്രീമും ശ്രീമും ക്ലീമും വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ആ കുണ്ടലിനി ശക്തിയിൽ ഒരു ഉണർവുണ്ടാവും. നമുക്ക് ഇത് ജപിക്കുമ്പോഴേ മനസ്സിൽ ഇങ്ങനെ പറയുക, ഭഗവാനെ അവിടുന്നാണ് എൻ്റെ ഭാഗ്യം, ഭഗവാനെ കൃഷ്ണ നാരായണ ഭഗവാനെ അവിടുന്നാണ് എൻ്റെ ഭാഗ്യം, അവിടുന്നാണ് എൻ്റെ സമ്പത്ത്, എല്ലാം അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു, എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ഈ മന്ത്രം ജപിക്കണം. ഓം ഹ്രീം ശ്രീം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ. ഇത് വാഗൊണ്ട് ജപിക്കണം. പിന്നെ അത് കഴിഞ്ഞ് മനസ്സിലും ജപിക്കണം. ഒരു തവണ മനസ്സിൽ പ്രാർത്ഥിച്ച ശേഷം, ഭഗവാനെ കൃഷ്ണ അവിടുന്നാണ് എൻ്റെ സമ്പത്ത്, അവിടുന്നാണ് എൻ്റെ ഭാഗ്യം, അവിടുന്നാണ് എൻ്റെ ജീവിതം, അവിടുത്തെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് വാഗൊണ്ട് ഒരു തവണ ഈ മന്ത്രം ജപിക്കണം. പിന്നെ മനസ്സിലും ജപിക്കണം. ഇത് കിഴക്കോട്ട് ഇരുന്ന് ജപിക്കണം, കിഴക്കോട്ട് ഇരുന്ന് ഇങ്ങനെ ചെയ്യണം, വടക്കോട്ട് ഇരുന്ന് ചെയ്യണം, രാവിലെയും ചെയ്യണം, വൈകിട്ട് ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ഭാഗ്യം വർദ്ധിച്ചു തുടങ്ങും. ഭാഗ്യം വർദ്ധിച്ചു തുടങ്ങും. അതായത് ഈ ഭാഗ്യതടസ്സങ്ങൾ മാറും. നമുക്ക് ജീവിതത്തിൽ അപ്രത്യക്ഷമായിട്ട് ധനം വരും. ഇനി ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചെയ്യണം. ആ മന്ത്രം ഞാൻ പറഞ്ഞു തരാം. വീഡിയോയുടെ താഴെ 2 മന്ത്രവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം. ഇത് ആളുകൾക്ക് ഫലമായ കാര്യമാണ് കേട്ടോ. ഇത് ചെയ്ത ആൾക്ക് ചുറ്റിയൊക്കെ അടിച്ചവരുണ്ട്. എന്നുവെച്ചാൽ എല്ലാവർക്കും അടിക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ശ്രമിച്ചു നോക്കുക. അതായത് ഈ ഒരു ചെറിയ വെള്ളക്കടലാസിൽ നീല സ്കെച്ച് പേന കൊണ്ട് അല്പം വലിപ്പത്തിൽ, തീരെ ചെറുതല്ല, നമുക്ക് അല്പം വലിപ്പത്തിൽ ഇത് വായിക്കാവുന്ന രീതിയിൽ ഈ മന്ത്രം കിടക്കുന്ന ഭിത്തിയുടെയോ നമ്മൾ കിടക്കുന്ന ഭിത്തിയുടെ പടിഞ്ഞാറേ ഭിത്തിയിലോ വടക്കേ ഭിത്തിയിലോ ഒരു ചെറിയ ഒരു വെള്ളപ്പേപ്പറിന്റെ പകുതി കീറി ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിക്കണം. അന്വേഷിച്ചാൽ ഡബിൾ ടേപ്പ് കിട്ടും. അപ്പോൾ ഭിത്തി വൃത്തികേടാകാതിരിക്കും. ഇവിടെ എഴുതി വെച്ചാൽ മതി, നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട. മന്ത്രം ഇതാണ്. ഓം ശ്രീം ഹ്രീം ക്ലീം മഹാ അഷ്ടൈശ്വര്യ സമ്പത്ത് ആതിഥിയുധ മഹാകുബേര മനഗള സർവഭാഗ്യ സുദർശന ശംഖ് ചക്ര പത്മ ഗതായുധ ശ്രീ ലക്ഷ്മി നാരായണ ദേവിയെ നമ. ഇത് ഇതുപോലെ തന്നെ എഴുതി വെക്കണം. ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ 2 മന്ത്രം എഴുതിയിടാം, തെറ്റിക്കരുത്. അതുപോലെ തന്നെ എഴുതി വെക്കുക. അവിടെ അങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്രത്യക്ഷമായിട്ട് ജീവിതത്തിലേക്ക് ഈ 2 കാര്യങ്ങളും എഴുതി വെക്കുന്ന അവിടെ ഒരു പ്രാവശ്യം എഴുതി വെച്ചാൽ മതി. രാവിലെയും വൈകിട്ടും മറ്റേ മന്ത്രം ഭഗവാന്റെ ഇപ്പം ഓം ഹ്രീം ശ്രീം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ. ഈ മന്ത്രം രാവിലെയും വൈകിട്ടും ജപിക്കണം, ഞാൻ പറഞ്ഞ രീതി. മറ്റേ ഒരു പ്രാവശ്യം ആ മന്ത്രം എഴുതി നീല സ്കെച്ച് പേന കൊണ്ട് എഴുതി കിടക്കുന്ന റൂമിൽ വെച്ചാൽ മതി. വടക്കേ ഭിത്തിയിലോ പടിഞ്ഞാറ്റേ ഭിത്തിയിലോ ഏതെങ്കിലും ഒരു ഭിത്തിയെ വെച്ചാൽ മതി. പിന്നെ അത് നമ്മൾ നോക്കുകയോ ഒന്നും വേണ്ട, അവിടെ ഇരുന്നോട്ടെ. അത് നിങ്ങൾ നോക്കുകയോ വായിക്കുകയോ ഒന്നും വേണ്ട. അത്രേ ഉള്ളൂ അതിൻ്റെ വിദ്യ. ഇത് ചെയ്യുക. ഇത് ചെയ്തവർക്ക് ശരിയായിട്ട് ചെയ്തവർക്ക് അതിൻ്റെ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ വാട്സപ്പിൽ എനിക്കിന്ന് ഇട്ടു തന്നു. അതവരുടെ നമ്പറെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെക്കും. ഞാൻ വെറുതെ ഒരു കാര്യം പറയത്തില്ല, നിങ്ങൾക്കും അത് ഉപകാരപ്പെടട്ടെ ശരിയായിട്ട് ചെയ്താൽ. അപ്പോൾ ഇത് നിങ്ങൾ ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ അതിന് യാതൊരു ഫലം ഉണ്ടാകത്തില്ല. നിങ്ങൾ വിശ്വാസത്തോടെ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ സമ്പത്തിൻ്റെ ഒരു ഒഴുക്കുണ്ടാകാൻ ഉപകരിക്കും. ഇപ്പം ഇതിൻ്റെ അകത്ത് ഈ ഭിത്തി എഴുതുന്ന മന്ത്രത്തിനകത്ത് ശ്രീം ഹ്രീം ക്ലീം എന്ന് വരുന്നുണ്ട്. പിന്നെ നമ്മൾ പടിഞ്ഞാട്ടിരുന്ന് കിടക്കപ്പായിരുന്ന് ജപിക്കുന്ന, പടിഞ്ഞാട്ടും വടക്കോട്ടും ഇരുന്ന് ജപിക്കുന്ന മന്ത്രമുണ്ട്. ഹ്രീം ശ്രീം ക്ലീം തുടങ്ങുന്ന കൃഷ്ണായ ഗോവിന്ദ എന്ന് പറഞ്ഞ മന്ത്രം. അതും ഈ 2 മന്ത്രങ്ങൾക്കകത്തും നമ്മുടെ ഉള്ളിലെ ആ കുണ്ടലിനി എന്ന് പറഞ്ഞ എനർജിയെ, കുണ്ടലിനി ബോധത്തെ ഉണർത്താനുള്ള പവറുണ്ട് ആ ബീജങ്ങൾക്ക്. അപ്പോഴാണ് നമ്മളുടെ ചക്രാസ് ശുദ്ധീകരിക്കുന്നത്. നമ്മുടെ ചക്രാസിലെ പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകും. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഈ ചക്രാസിലെ നട്ടലിലുള്ള ഈ ചക്രാസിലെ
പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകും. അപ്പോഴാണ് നമ്മളുടെ കർമ്മദോഷം മാറുന്നത്. അപ്പോഴാണ് നമ്മളുടെ ആ ഈശ്വരബോധം ഉണരുന്നത്. അപ്പോഴാണ് സമൃദ്ധിയുമായി ലക്ഷ്മി നാരായണൻ എന്ന ആ ഈശ്വരീയമായ ചൈതന്യമായി നമ്മുടെ ബോധം കണക്റ്റ് ആകും. അതാണ് ഇതിൻ്റെ രഹസ്യം. പിന്നെ പടിഞ്ഞാട്ടിരുന്ന് ജപിക്കുന്നതിൻ്റെ രഹസ്യം, പടിഞ്ഞാട്ട് വരുണന്റെ ദിക്കാണ്, പെട്ടെന്ന് സാമ്പത്തികമായ ഐശ്വര്യം ഉണ്ടാകും. വടക്കോട്ടിരുന്ന് ജപിക്കുന്നതിൻ്റെ രഹസ്യം നമ്മുടെ പാപങ്ങൾ ഇല്ലാതാകാനാണ്. നമ്മുടെ പാപങ്ങൾ ഇല്ലാതാകുമ്പോഴേ എന്ത് ചെയ്താലും നമുക്ക് ഫലം ഉണ്ടാകത്തുള്ളൂ. അതാണ് അതിൻ്റെ രഹസ്യം. ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും വിശ്വാസത്തോടെ ചെയ്താൽ. കാരണം അത്ര അപൂർവമായ ഒരു മന്ത്രമാണ്, രഹസ്യമായ ഒരു വിദ്യകളാണ്. അപ്പം അത് അതുപോലെ മനസ്സിലാക്കി ചെയ്യുക, ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക. നല്ല കാര്യമാണ്. ഇപ്പം ഇന്ന് ചെയ്ത് ഇന്ന് ഫലം കിട്ടണമെന്നില്ല. ഇത് നമ്മൾ മറ്റേ രാവിലെയും വൈകിട്ടും കിടക്കപ്പായിരുന്ന് ജപിക്കേണ്ട മന്ത്രം നിത്യവും ചെയ്യുക. ഭിത്തിയിൽ എഴുതി വെക്കുന്ന ഒരു പ്രാവശ്യം വെച്ചാൽ മതി, അതോടെ ഇരുന്നോട്ടെ. ഇത് പല ദിവസങ്ങളാകുമ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും. ചിലർക്ക് പെട്ടെന്ന് തന്നെ ഫലം ഉണ്ടാകാറുമുണ്ട്. അത്തരം അത്ഭുതകരമായ കാര്യമാണ്. അപ്പം ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടും. കടം മാറാൻ ഉപകരിക്കും. കാരണം നമ്മളിലേക്ക് പല രീതിയിൽ സാമ്പത്തികം വരാനുള്ള വഴികൾ തുറന്നു കിട്ടും. അതുപോലെ നമ്മൾ ഒരാളോട് പൈസ ചോദിച്ചാൽ ചിലപ്പം കിട്ടും. പിന്നെ എന്ന് വെച്ച് കിട്ടണമെന്ന് എല്ലാവരും തരണമെന്ന് നിർബന്ധമില്ല, പക്ഷെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമുക്ക് ലോൺ കിട്ടാനൊക്കെ തടസ്സങ്ങൾ മാറാനും, പിന്നെ ലോൺ അടയ്ക്കാനുള്ള വഴികൾ തെളിഞ്ഞു വരാനും, അതുപോലെ ചിട്ടിയൊക്കെ ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് അടിക്കാം. എപ്പോഴും അടിക്കണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ എല്ലാം ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമുക്കത് ഉപകാരപ്പെടാം. പിന്നെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ചിലപ്പം ഒരു വരുമാനത്തിനുള്ള വഴി തുറന്നു വരാം. ഇപ്പം ചെറിയൊരു ഒരു സമ്പത്തിനുള്ളൊരു മാർഗം, ചിലപ്പം നമുക്ക് ഒരു ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെള്ളം വിൽക്കുന്ന ഒരു കട, നാരങ്ങാവുള്ള അങ്ങനെയൊക്കെ ചിലപ്പം തുടങ്ങാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ അപ്പോഴായിരിക്കും അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കഴിവുകൾ പ്രയോജനപ്പെടുത്തി നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു വഴികൾ തുറന്നു കിട്ടും. പക്ഷെ എന്താണെങ്കിലും നമ്മുടെ കൈ നിൽക്കുന്ന കാര്യങ്ങളെ ചെയ്യാവുള്ളൂ. അത് നമുക്ക് പറ്റുന്ന കാര്യങ്ങളുമായിരിക്കണം. എന്തായാലും ജീവിതത്തിലെ സമൃദ്ധി, സാമ്പത്തികം ഇത് കടന്നു വരാൻ ഈ രണ്ട് മന്ത്രങ്ങൾക്ക് ശക്തിയുണ്ട്. കാരണം ഈ കിടക്കപ്പായി ഇരുന്ന് പടിഞ്ഞാട്ടിരുന്ന് ജപിക്കുന്ന മന്ത്രവും വടക്കോട്ടിരുന്ന് ജപിക്കുന്ന മന്ത്രം നമ്മൾ പറയുന്നത് എന്താ? ആ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് മനസ്സിൽ പ്രാർത്ഥിക്കുന്ന ഭഗവാൻ കൃഷ്ണനെ ധ്യാനിച്ചിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കും, ഭഗവാനെ അങ്ങാണ് എൻ്റെ ഭാഗ്യം, ഭഗവാനെ അങ്ങാണ് എൻ്റെ സമ്പത്ത്, അങ്ങയുടെ ഇഷ്ടം പോലെ എല്ലാം നടക്കട്ടെ, എല്ലാം അങ്ങയിൽ സമർപ്പിക്കുന്നു. ഇതിനപ്പുറത്തൊരു പ്രാർത്ഥനയില്ല. ഭഗവാനിൽ മുഴുവൻ സമർപ്പിക്കുക. പിന്നെ ആ കുബേരനും സംഭവിച്ചത് അതാണ്. ഭഗവാനെ എന്നുള്ള ആ ചിന്തയിൽ അദ്ദേഹം ആ അവല്, പിന്നെ കല്ലും ഒക്കെ ഉണ്ടായിരുന്ന അവല്, വിയർപ്പിന്റെ അംശമൊക്കെ പറ്റിയ അവല്, ഭഗവാനെ എന്നുള്ള ചിന്തയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരുന്നപ്പം ഭഗവാൻ അത് പെട്ടെന്ന് മേടിച്ച് അത് അത് ഭുജിക്കുവാണ്, അത് കഴിക്കുകയാണ്. അപ്പൊ ഭഗവാനെ ഫുള്ള് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. വെച്ചാൽ നമ്മൾ പിന്നെ ഒന്നിലും ടെൻഷൻ അടിക്കണ്ട. പിന്നെ നമ്മൾ പ്രയത്നിക്കണം. നമ്മൾ ജോലി ചെയ്യണം, കൂടുതൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണം. അപ്പൊ ഈ പ്രയത്നിക്കണം എങ്കിൽ പോലും ദൈവാധീനം ഉണ്ടാകുമ്പോൾ അതിനൊക്കെ ഫലം കിട്ടാൻ തുടങ്ങും. തടസ്സങ്ങളൊക്കെ മാറും, പുതിയ വഴികൾ തെളിഞ്ഞു വരാൻ തുടങ്ങും. അങ്ങനെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങളുണ്ട്. നമ്മൾ പ്രയത്നിക്കുന്നതിന് ഒരു അർത്ഥം ഉണ്ടാകും. മനസ്സിലായില്ലേ? ഇപ്പൊ മന്ത്രം ചൊല്ലിയിട്ട് വീട്ടിൽ കയറി ഇരുന്നാൽ പട്ടിണി കൊണ്ട് മുട്ടയിടും. നമ്മൾ പ്രയത്നിക്കുന്നതോടൊപ്പം ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങളോട് ചെയ്യുമ്പോൾ പ്രയത്നിക്കുന്നതുകൊണ്ട് കൂടുതൽ ഫലങ്ങൾ ഉണ്ടായി വരും. അതിനൊരു അർത്ഥം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ പുതിയ മാർഗങ്ങൾ തെളിഞ്ഞു വരും. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നതിന് ഒരു കാരണം, നാളെ ഫോഗർ ജയന്തിയാണ്. മഹാസിദ്ധൻ ഫോഗറുടെ ജയന്തിയാണ്. ഇപ്പം മലയാളികൾക്ക് പലർക്കും ഫോഗറെ കുറിച്ച് അറിയാമായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഫോഗറുടെ വീഡിയോകളും ഫോഗറെ കുറിച്ചൊക്കെ ഉണ്ട്. പലർക്കും അറിയാമായിരിക്കും. ഇനി അറിയാൻ വയ്യാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഫോഗർ മഹാഗുരുവാണ്. പളനിയിലെ നവപാഷാണ വിഗ്രഹം നിർമ്മിച്ചത് ഫോഗറാണ്. ഫോഗർ മഹാശൈവ സിദ്ധനാണ്. അദ്ദേഹം സൂക്ഷ്മ രൂപത്തിൽ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം മഹാസിദ്ധനാണ്. സൂക്ഷ്മ രൂപത്തിൽ പളനിയിലെ അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം ആ അഗസ്ത്യ പരമ്പരയിൽ നിന്നുള്ള ആ മഹാസിദ്ധനാണ്. അദ്ദേഹത്തിന് മുരുകന്റെ അനുഗ്രഹമുള്ള മഹാസിദ്ധനാണ് ഫോഗർ. ആ ഫോഗറുടെ ജയന്തിയാണ് നാളെ ഡിസംബർ 12 2026. ഞാൻ വീഡിയോ ഇടുന്നത് ഡിസംബർ 11 2026 വൈകുന്നപാട് ആണ് ഞാൻ വീഡിയോ ഇടുന്നത്. 8 മണിയാകുമ്പോൾ ഞാൻ വീഡിയോ ഇടും. അപ്പം നാളെ നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താം. അതിനുവേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. ഇനിയിപ്പോൾ നാളെ പ്രയോജനപ്പെടുത്താത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല. അല്ലാത്തവർക്കും ഫോഗറുടെ അനുഗ്രഹം കിട്ടാനും ഉള്ള നന്മകളെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഫോഗറുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ
ഇപ്പം ഫോഗറെ പുകഴ്ത്തിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സൂത്രത്തിൽ കൂടെ ഒരിക്കലും കിട്ടത്തില്ല. അതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ നാളെ അല്ലെങ്കിൽ നിങ്ങൾ ദിവസവും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. മഹാശുദ്ധൻ ഫോഗറുടെ കാലുകൾ തൊട്ട് പ്രണമിക്കുന്നു, എല്ലാം അവിടുത്തെ സമർപ്പിക്കുന്നു, എനിക്ക് നല്ല വഴി കാട്ടിത്തരണേ. ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി. അല്ലാതെ എനിക്ക് അത് വേണമെന്നോ എനിക്ക് ഇത് വേണമെന്നോ എനിക്ക് അതില്ലെന്നോ ഇതില്ലെന്നോ ഒന്നും പറയണ്ട. വടക്കോട്ട് തിരിഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കണം രാവിലെയും വൈകിട്ടും, നല്ലതാണ്. ഇനിയും ഈ ഫോഗറുടെ അനുഗ്രഹം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം നാളെ ഫോഗർ ജയന്തി ആയതുകൊണ്ട് നാളെ ചെയ്യുന്ന നല്ലതാ. ഇനി അതല്ലെങ്കിൽ എന്നും ചെയ്യാം. ഇപ്പം നാളെ ചെയ്യാൻ പറ്റാത്തവർ എന്നും ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പം ഫോഗറുടെ മന്ത്രമൊക്കെ ഇപ്പം യൂട്യൂബിലൊക്കെ ഒരുപാട് ഇടുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അതൊന്നും ജപിക്കാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടം, അതിലൊന്നും അല്ല കാര്യം. ഇത്രയും പറഞ്ഞാൽ മതി. മഹാസിദ്ധൻ ഫോഗറെ, അവിടുത്തെ പാദങ്ങളിൽ ഞാൻ വന്നിരിക്കുന്നു, എന്നെ നേർവഴി കാട്ടിത്തരണേ എന്ന് പറയുക. അവിടത്തേക്ക് കോടി നന്ദി മഹത്വം എന്ന് മനസ്സിൽ പറയുക. പിന്നെ അത് ചെയ്യുന്നതിന് മുമ്പ് മുരുകനെ വിളിക്കണം. മുരുക, അവിടത്തേക്ക് കോടി നന്ദി മഹത്വം ആ പാദങ്ങളിൽ നിന്ന് പറഞ്ഞിട്ട് വേണം ഫോഗറെ വിളിക്കാൻ. ഇത്രയും ചെയ്താൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ ഇവിടെയൊക്കെ ഒരുപാട് മന്ത്രങ്ങളും അതും ഇതുമൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതൊന്നും പറയത്തില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന നല്ല കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഇനിയും ഫോഗറിൻ്റെ അനുഗ്രഹം കിട്ടാനുള്ള വഴി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സത്യസന്ധനായിരിക്കുക, പറ്റുന്ന നന്മകൾ ചെയ്യുക, മനസ്സ് ശുദ്ധമായിരിക്കുക. നമ്മളിപ്പോൾ ഒരു വൃക്ഷങ്ങളുണ്ടെങ്കിൽ അതിന് പരിപാലിക്കുക, മൃഗങ്ങളുണ്ടെങ്കിൽ മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുക, അത് ഒന്നിനും ഉപദ്രവിക്കാതിരിക്കുക, നിങ്ങൾ സംരക്ഷിച്ചില്ലേലും. പക്ഷികളുണ്ട്, പക്ഷികൾക്ക് വെള്ളം കൊടുക്കുക, അല്ലെ അതുങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക, മറ്റുള്ളവരെ പറ്റുന്ന പോലെ സഹായിക്കുക, മനസ്സിൽ നന്മ ഉണ്ടായിരിക്കുക, നല്ലത് ചിന്തിക്കുക, ആപത്തിൽപ്പെടുന്നവരെ സഹായിക്കുക, മുരുകന് വഴിപാട് ചെയ്യുക, മുരുകനെ വിളിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ മഹാസിദ്ധൻ്റെ അനുഗ്രഹം ഉണ്ടാകും. കാരണം അവർ എന്ന് വെച്ചാൽ നന്മയാണ്, ഈശ്വരന്മാരാണ് അവരൊക്കെ. അല്ലാതെ അവരെ നമ്മൾ കുറേ മന്ത്രം ചൊല്ലിയുണ്ടോ അവരെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടോ ഒന്നും അവർ അനുഗ്രഹം കിട്ടത്തില്ല. അങ്ങനെയാണ് പലരും പഠിപ്പിക്കുന്നത്. ഒരിക്കലും എനിക്ക് സത്യസന്ധമായിട്ട് ശരിയെന്ന് തോന്നിയ കാര്യമാണ് പറയാം. ഞാൻ ഒരാളെ സത്യസന്ധമായ വഴിയിലേ നയിക്കത്തുള്ളൂ. ഒരു മന്ത്രം ചൊല്ലിയുണ്ടോ അവരെ കുറെ പുകഴ്ത്തിക്കൊണ്ടോ ഒന്നും അവർ അനുഗ്രഹം കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യം, നിങ്ങളുടെ അവരെ വണങ്ങണം, അഹങ്കാരമില്ലാതെ അവരെ വണങ്ങുക. അതോടൊപ്പം നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുക. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, ഇപ്പം ഭാര്യയോടുള്ള ഉത്തരവാദിത്വം, ഭർത്താവിനോടുള്ള ഉത്തരവാദിത്വം, മക്കളോടുള്ള ഉത്തരവാദിത്വം സത്യസന്ധമായിട്ട് ചെയ്യുക. ആരെയും പറ്റിക്കാനോ ആരെയും ഉപദ്രവിക്കാനോ പോകാതിരിക്കുക. പിന്നെ നമുക്ക് ആ വിശക്കുന്നവന് ആഹാരം പറ്റുവാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക. മനസ്സിൽ എപ്പോഴും ആ നന്മയുള്ള പ്രവൃത്തി, മനസ്സിലും പ്രവൃത്തിയിലും നന്മ ഉണ്ടായിരിക്കുക. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗുരുക്കന്മാർ അനുഗ്രഹം നിങ്ങൾ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും കിട്ടും. അതാണ് അവരിലേക്കുള്ള വഴി. ഇനിയും നിങ്ങൾ സത്യസന്ധമായിട്ടാണ് പറയുന്നത് കേട്ടോ. ഈ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും പല ഗുരുക്കന്മാരെ യൂട്യൂബിൽ കണ്ട് അവിടെ കണ്ട് ഇവിടെ കണ്ട് പലരും പറഞ്ഞു നിങ്ങൾ പല ഗുരുക്കന്മാരെ ഇങ്ങനെ നിങ്ങളങ്ങ് തിരഞ്ഞെടുക്കും. മനസ്സിലായോ? നിങ്ങളങ്ങ് തിരഞ്ഞെടുക്കും. പക്ഷേ അത് ശരിയായിട്ടുള്ള വഴിയല്ല. കാരണം നിങ്ങൾ ഗുരുക്കന്മാരെ വിളിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ശരിക്കും നടക്കേണ്ടത് എന്താണെന്നറിയോ? നിങ്ങളുടെ പ്രവൃത്തി ശുദ്ധമായിരിക്കുക. പറ്റുന്ന പോലെ അന്നദാനം, അതുപോലെ ആളുകളെ സഹായിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, പ്രായമുള്ളവരോട് കരുണ കാണിക്കുക, സ്വന്തം അച്ഛനും അമ്മയും വേണ്ട സ്നേഹവും സംരക്ഷണവും കൊടുക്കുക, പക്ഷിമൃഗാദികളോട് കരുണ കാണിക്കുക. അങ്ങനെ നമ്മൾ നല്ല ഒരു മനസ്സിൽ നന്മയും മറ്റുള്ളവരോട് കരുണയും ഉണ്ടായി കഴിയുമ്പോൾ യഥാർത്ഥ ഗുരു നിങ്ങൾ തേടി പോകണ്ട, നിങ്ങളെ തേടി വരും. മനസ്സിലായോ? ആ ഗുരുവിന് നിങ്ങളുടെ പണം വേണ്ട, നിങ്ങളുടെ പ്രശംസ വേണ്ട, നിങ്ങളുടെ പുകഴ്ത്തൽ വേണ്ട, നിങ്ങൾ പൈസ കൊടുക്കണ്ട, ഒന്നും വേണ്ട. യഥാർത്ഥ ഗുരുവിന് ആ ഗുരു നിങ്ങളെ തേടി വരും. അത് ചിലപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സൂക്ഷ്മ രൂപത്തിലുള്ള ഗുരുക്കന്മാരായിരിക്കും. അവർ ചിലപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ അതൊരു 2 മണിക്കും 3 മണിക്കും ഇടയിൽ നമ്മുടെ മനസ്സ് ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകും. ആ അവസ്ഥയിൽ സൂക്ഷ്മ രൂപത്തിൽ വന്ന് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ആ ബോധത്തിൽ നൽകും. അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടും. അങ്ങനെ ചിലപ്പോൾ അനുഗ്രഹം തരാം. അല്ലെങ്കിൽ ചിലപ്പം അത് ഒരുപാട് വലിയ പുണ്യാത്മാക്കൾക്കേ ഉള്ളൂ നേരിട്ട് വന്ന് അനുഗ്രഹിക്കുക. അല്ലാത്തവർക്ക് ഉറങ്ങുമ്പോൾ ഒരു 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് നമ്മുടെ മനസ്സൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ബോധത്തിൽ ഗുരുവിൻ്റെ ആ ബോധം വന്ന് കണക്റ്റായിട്ട് നമുക്ക് വേണ്ട അനുഗ്രഹം തരും. മിക്കവാറും അങ്ങനെയാണ് മിക്കവാറും കണ്ടുവരുന്നത്. നിങ്ങളൊന്നും അറിയണ്ട, നിങ്ങൾക്ക് ഉണരുമ്പോഴും നിങ്ങൾക്കൊന്നും അറിയത്തില്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. അപ്പോഴേ നിങ്ങൾ തേടി പോവുകയല്ല, യഥാർത്ഥ ഗുരു നിങ്ങളെ തേടി വരികയാണ്. പിന്നെ ഇപ്പോൾ ഫോഗറെ വന്നിക്കുന്നു, അഗസ്ത്യരെ വന്നിക്കുന്നു, ക്രിയ ബാബാജിയെ വന്നിക്കുന്നു. ഇതെല്ലാം നല്ലത് തന്നെ. അതുകൊണ്ട് പുണ്യാത്മക്കളെ വന്നിക്കുന്നതുകൊണ്ട് ഏറ്റവും ഗുണം ഉണ്ടാകത്തുള്ളൂ.
പിന്നെ നിങ്ങൾ ഈ പലയിടത്തും പരസ്യം കണ്ടിട്ട് അതിൻ്റെ ഇതിനൊന്നും പുറകെ പോയി കഴിഞ്ഞാൽ അതൊന്നും അതായിരിക്കത്തില്ല. പോകാതിരിക്കും നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ്. നിങ്ങളുടെ പ്രവൃത്തി ശുദ്ധമാകുമ്പോൾ, നിങ്ങളുടെ നന്മ ഉണ്ടാകുമ്പോൾ യഥാർത്ഥ ഗുരു നിങ്ങളെ തേടി വരും. അതെങ്ങനെ വരും? ഇതുപോലെ എനർജി രൂപത്തിൽ ഉറക്കത്തിൽ നിങ്ങളുമായി കണക്റ്റായി നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ തരും. പിന്നെ ലക്ഷത്തിൽ ഒരുവന് ചിലപ്പോൾ നേരിട്ട് ദർശനം കൊടുക്കാം, അത് ലക്ഷത്തിലൊരാൾക്കേ കിട്ടത്തുള്ളൂ. അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് ഗുരുവിൻ്റെ രഹസ്യം. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിബാബ ആയിക്കോട്ടെ, ബാബാജി ആയിക്കോട്ടെ, പോകർ ആയിക്കോട്ടെ, അഗസ്ത്യരായിക്കോട്ടെ, ഇവരെയൊക്കെ വന്നിക്കുക. ആരെ വന്നിച്ചാലും ആദ്യം മുരുകനെ വന്നിക്കണം, പിന്നെ ദേവിയെ വന്നിക്കണം, ശിവനെ വന്നിക്കണം, നിങ്ങളുടെ കുലദേവതയെ വന്നിക്കണം, ഗണപതിയെ വന്നിക്കണം. ഒക്കെ വന്നിച്ചിട്ട് ആദ്യം ആദ്യം ഗണപതി ഭഗവാനെ വന്നിക്കണ്ടേ, വിനായകനെ. ഓം വിനായകായ നമ. പിന്നെ ഓം ശ്രീ കുലദേവതായ നമ. കുലദേവതയെ വന്നിക്കുക. എന്നിട്ട് പിന്നെ ദേവിയെ വന്നിക്കുക, പിന്നെ ശിവനെ വന്നിക്കുക, പിന്നെ മുരുകനെ വന്നിക്കുക. എന്നിട്ട് ഗുരുക്കന്മാരെ നമുക്ക് വന്നിക്കാം. ഏത് ഗുരുക്കന്മാരെയും വന്നിക്കാൻ നല്ലതാണ്. അപ്പം നാളെ പോകർ ജയന്തിയാണ്. അപ്പം നിങ്ങൾക്കെല്ലാം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കിട്ടട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം പുതിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഇനിയിപ്പോൾ നാളെ ചെയ്യാൻ പറ്റാത്തൊരു വൈകിയാണ് വീഡിയോ കാണുന്നതെങ്കിലും ഞാൻ പറഞ്ഞ കാര്യം ദിവസവും നിങ്ങൾക്ക് ചെയ്യാം. പോകറെ ഞാൻ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാം. പിന്നെ നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കുക, നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ എല്ലാവരോടും കരുണ കാണിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന നന്മകൾ ചെയ്യുക. നന്മ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആരും ഉപദ്രവിക്കരുത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ ഒരുപാട് ആളുകൾ വരുമ്പം നിങ്ങൾ അവരോട് അല്പം കരുണ കാണിക്കുക. അതാണ് അപ്പം നിങ്ങളോട് ഈശ്വരനും ഗുരുക്കന്മാരും കരുണ കാണിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? അത് എപ്പോഴും ഓർത്തുകൊള്ളുക. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്, വലിയ പദവി ഇരിക്കുന്നവരുണ്ട്, സാധാരണക്കാരുണ്ട്, പിന്നെ ഓട്ടോ ഓടിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് നടത്തുന്നവരുണ്ട്, ജൗളിക്കട നിൽക്കുന്നവരുണ്ട്, സ്വന്തമായിട്ട് ജൗളിക്കട ഉള്ളവരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, വലിയ വലിയ പദവി ഇരിക്കുന്നവരുണ്ട്, സാധാരണക്കാരുണ്ട്. എല്ലാവരോടും ഞാൻ പറയുകയാണ്, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഏത് അവസ്ഥയാണെങ്കിലും അത് നിങ്ങളുടെ കഴിവല്ല, അത് ഈശ്വരൻ തന്നിരിക്കുന്ന അവസരമാണ്. അത് എന്നും ഒരിക്കലും അങ്ങനെ ആയിരിക്കത്തുമില്ല. നിങ്ങൾക്കപ്പോൾ ഈശ്വരൻ തന്ന അവസരത്തിൽ നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ സത്യമില്ലാത്ത കാര്യം ചെയ്യുവാനൊന്നും അല്ല ഞാൻ പറയുന്നത്. സത്യസന്ധമായി നിങ്ങൾക്ക് ചെയ്യാവുന്ന നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അവരോട് സന്തോഷമായി സംസാരിക്കുക. നിങ്ങളുടെ മുന്നിൽ വരുന്നവരോട് നിങ്ങൾ അവരോട് സന്തോഷമായി സംസാരിച്ച് മനസ്സിന് സന്തോഷം കൊടുക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന നന്മകൾ ചെയ്തു കൊടുക്കുക. കരുണ കാണിക്കാവുന്നവരോടെല്ലാം കരുണ കാണിക്കുക. ഇനി കരുണ കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉപദ്രവിക്കരുത്. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പോകർ ജയന്തിയോടനുബന്ധിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ പറഞ്ഞു തരുന്നതാണ്. നിങ്ങളുടെ എല്ലാം ഇത് പ്രയോജനം ചെയ്യും. ഈ വീഡിയോ കാണുന്നവരെല്ലാം, ഇതറിയുന്നവരെല്ലാം ഭാഗ്യവാന്മാരാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അത് മുൻജന്മ സുഹൃതമാണ്. അത് വേറെ എങ്ങൊന്നും കിട്ടത്തില്ല, ആരും പറഞ്ഞു തരത്തുള്ളത്. ഞാനെല്ലാം തുറന്നു പറയുന്ന ഒരാളാണ്. കാരണം എനിക്ക് എൻ്റെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സത്യമാണ്. ആ സത്യമാണ്. എൻ്റെ ഗുരു എന്ന് പറഞ്ഞാലും അത് സത്യമാണ്. എൻ്റെ ഈശ്വരനും സത്യമാണ്. അപ്പം എല്ലാവർക്കും നന്മ വരണം. ആ ഒരു രീതിയിലാണ് എല്ലാം പറഞ്ഞു തരുന്നത്. ഞാൻ യാതൊന്നും ആഗ്രഹിക്കുന്നില്ല. ലോകരക്ഷയ്ക്ക് വേണ്ടി, ലോക നന്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത്. പിന്നെ എല്ലാം മുരുകൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മ പാർവ്വതീദേവിയുടെയും ശിവഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. വിനായകന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. മഹാഗുരു അഗസ്ത്യരുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. മഹാഗുരു പോകറുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ക്രിയ ബാബാജിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരു പരമ്പരയ്ക്ക് നന്ദി, മഹത്വം. സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യ പര്യന്ത വന്ദേയും ഗുരുപരമ്പര. അപ്പം സദാശിവനിൽ നിന്ന് ആരംഭിച്ച് ശങ്കരാചാര്യരിലൂടെ ഇപ്പോഴുള്ള ആചാര്യം വരെ എത്തി നിൽക്കുന്ന ആ മഹത്തായ ഗുരുപരമ്പരയെ ഞാൻ വന്ദിക്കുന്നു എന്നുള്ളതാണ്. ഗുരു എന്ന് വെച്ചാൽ സത്യമാണ്, അത് ഈശ്വരനാണ്. ഗുരുവിന് നമ്മളുടെ ജീവിതം മാറ്റാൻ പറ്റും കേട്ടോ. അത് ഒരു രഹസ്യമാണ്. ഗുരുവിന് അത് സാധിക്കും. ഗുരുവിനാണ് അത് സാധിക്കുന്നത്. ഗുരുവാണ് ഈശ്വരൻ. നമ്മളെല്ലാം ഒരുപാട് തെറ്റുകൾ ചെയ്തതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഈ ആർത്തിയൊക്കെ ആയിരുന്നു. മറ്റുള്ളവർക്ക് വെച്ചിരിക്കുന്ന ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കുമായിരുന്നു. അതുപോലെ തന്നെ എനിക്കെല്ലാം വേണം, ഈ മറ്റുള്ളവർക്കൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെയുള്ള ആർത്തിയും അങ്ങനെയൊക്കെ ഉള്ള സ്വഭാവങ്ങളും മറ്റുള്ളവരെ കളിയാക്കുക, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സ്വഭാവം, മറ്റുള്ളവർക്ക് ഭാരം വെക്കുക, ഇതെല്ലാം ഉണ്ട് ചെറുപ്പത്തിലൊക്കെ. ആ ഒരു കോളേജ് പഠിക്കുന്ന കാലഘട്ടം എനിക്ക് ക്രിയായോഗ കിട്ടുന്നിടം വരെ എനിക്ക് ഈ സ്വഭാവം എല്ലാം ഉണ്ടായിരുന്നു. ചുമ്മാ ആവശ്യമില്ലാതെ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുക, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ക്രിയായോഗ ഞാൻ എന്ന് സ്വീകരിച്ചോ അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. എന്നുവെച്ചാൽ ഫുള്ള് മാറ്റമല്ല, കുറേശ്ശെ മാറാൻ തുടങ്ങി.
അപ്പൊ അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ അറിഞ്ഞ കാര്യങ്ങളാണ്. നമ്മളെ ഏത് തെറ്റ് ചെയ്താലും അതിൽ നമ്മളെ ശരിയിലേക്ക് നയിക്കുന്നവനാണ് ഗുരു. അത് ഗുരുവിനെ പറ്റത്തുള്ളൂ. ഗുരു കഴിഞ്ഞേ ഉള്ളൂ ഈശ്വരൻ. ഗുരു തന്നെയാണ് ഈശ്വരൻ. അപ്പൊ ആ ഗുരുവിനെ അറിയുക. ഗുരുവിനെ അറിയാതെ ഞാൻ പലരും ധരിച്ചിരിക്കുന്നത് ഗുരുവിനെ പുകഴ്ത്തിയാലോ ഗുരുവിന് എന്തെങ്കിലും മേടിച്ചു കൊടുത്താലോ, നമ്മുടെ ഈ സാധാരണ കാണുന്ന ഗുരുക്കന്മാര് ഗുരു അങ്ങനെയൊന്നും അല്ല. യഥാർത്ഥ ഗുരുവിന്റെ അനുഗ്രഹം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യസന്ധനായിരിക്കണം, ചെയ്യുന്ന പ്രവൃത്തിയിൽ നന്മ വേണം, ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, നമ്മളുടെ സ്വാർത്ഥതയില്ലാതെ പ്രവർത്തിക്കണം. അപ്പോഴാണ് സാക്ഷാൽ പരമേശ്വരനായ ഗുരു, അത് തന്നെയാണ് ഫോഗറും അഗസ്ത്യരും എല്ലാം പരമേശ്വരൻ തന്നെയാണ്. പിന്നെ അതോടൊപ്പം മുരുകനും എല്ലാം ആ പരമേശ്വരൻ തന്നെയാണ്. ആ ഗുരു നമ്മുടെ അനുഗ്രഹങ്ങൾ തരും. അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും മാറ്റം ഉണ്ടാകത്തുള്ളൂ. അല്ല, നിങ്ങൾ ഇപ്പം കാണുന്ന നിങ്ങളെ രക്ഷിക്കാൻ പോകുന്ന ഗുരു എന്ന് നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ പലപ്പോഴും അവിടെ ഇവിടെയെല്ലാം കാണുന്ന ഗുരുക്കന്മാരെന്ന് വെച്ചാൽ അവർ നമ്മളെപ്പോലെ തന്നെ കർമ്മദോഷം കൊണ്ട് ജനിച്ച കർമ്മത്തെ ജീവിക്കുന്നവരാണ്. പൊതുവായിട്ട് പറഞ്ഞതാണ്, നമ്മളെപ്പോലെ തന്നെ കർമ്മത്തിൽ ജീവിക്കുന്നവരാണ്. നിങ്ങളിപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്നു, ആ ഗുരുവിൻ്റെ കാലേ വീഴുന്നു, നല്ല ആളാണെങ്കിൽ കുഴപ്പമില്ല, കാരണം നല്ലത് പറഞ്ഞു തരുന്നതാണെങ്കിൽ നല്ലത് തന്നെ. പക്ഷെ പലപ്പോഴും നിങ്ങളെ അത്രയും പോലും അറിവില്ലാത്ത, നിങ്ങളത്രയും പോലും യുക്തിയും ബോധവും ഇല്ലാത്ത, നിങ്ങളെക്കാട്ടിലും തെറ്റുകൾ ചെയ്യുന്ന, നിങ്ങളെക്കാട്ടിലും കർമ്മദോഷമുള്ള ഒരാളുടെ കാലേ പോയി വീഴാൻ എങ്ങനെ ഇരിക്കും? അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും നല്ലത് നോക്കി നല്ലിടത്ത് മാത്രമേ തല കുനിക്കാവുള്ളൂ. നല്ല ഗുരുവിൻ്റെ വിദ്യ ലഭിക്കണം. അത് നിങ്ങൾക്ക് അറിയാനുള്ള ബുദ്ധിയും ശക്തി ഈശ്വരൻ തന്നിട്ടുണ്ട്. ഇന്ന് ഒരുപാട് ഗുരുക്കന്മാര്, റെഡിമെയ്ഡ് ഗുരുക്കന്മാരെല്ലാം ഉണ്ട്. അങ്ങനെ ഒന്നും പോകരുത്. നിങ്ങളുടെ പ്രവൃത്തി ശുദ്ധമാകുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള പുണ്യാത്മാക്കളെ അഗസ്ത്യരെയും പോകറേയും ക്രിയാ ബാബാജിയൊക്കെ വിളിക്കാം. പക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പ്രവൃത്തിയിൽ, കർമ്മത്തിൽ ശുദ്ധി ഉണ്ടാകുക. അപ്പോഴാണ് യഥാർത്ഥ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നത്. ഈ ഫോഗർ ജയന്തിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഫോഗറിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങൾ ലോകരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അല്ലാതെ എനിക്ക് നാ പുണ്യ, നാ പാപ, നാ കർമ്മ, നാ അകർമ്മ, നാ ജന്മ, നാ മൃത്യു, നാ മോക്ഷം, ഓം ശരവണ ഭവ. ഞാൻ ആ ലോകരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും നന്മ ഉണ്ടാകണം എന്നുള്ള ചിന്ത മാത്രമാണ്. എല്ലാ ജീവിതത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകണം, ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം, എല്ലാവരും നന്മയിലേക്ക് വരണം എന്നുള്ള ചിന്ത മാത്രമേ എനിക്കുള്ളൂ. അല്ല വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. വേറൊരു സ്വാർത്ഥത എനിക്കില്ല, വേറൊരു ലക്ഷ്യവുമില്ല. ലോകരക്ഷ, ലോക നന്മ, എല്ലാവരുടെയും ജീവിതത്തിൽ ഗുണമുണ്ടാകണം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.